നമ്മുടെ ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് വളരെ അപകടകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് മുളയിലെ തന്നെ നുള്ളേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഒരു ജനകീയ പ്രതിരോധവും ജനങ്ങളെ ആകമാനം അറിയിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു ഇടപെടലും വേണമെന്ന് കണ്ട് ഇവിടെ ഇന്ന് ഈ രൂപത്തിൽ ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. മയക്കുമരുന്ന് എന്നുള്ളത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒന്നാണ്. ഇന്നത്തെ കാലത്ത് പഴയ പോലെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗമാണ് ഭീകരമായി നടക്കുന്നത്. അത് ഉപയോഗിക്കുന്നവരെല്ലാം വിധത്തിലുള്ള പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്കാർക്കും സാധാരണ ആളുകൾ ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭ്രാന്ത് പിടിച്ച സമീപനമാണ് ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപിപ്പിക്കാൻ ഇടവരുത്തുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല. അത് കച്ചവടം ചെയ്യാനും വിതരണം ചെയ്യാനും അതിന് ചെറുപ്പക്കാരെ കൊടുക്കാനും നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൊടുക്കാനെല്ലാം വളരെ ആസൂത്രിതവും ബോധപൂർവവുമായ ഒരു പ്രവർത്തനം ഇന്ന് വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാജ്യത്തെ ലോകത്തെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അത്തരത്തിലുള്ള പല അപകടങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാടിനകത്ത് ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ ഇതിനെ നല്ലവണ്ണം മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും ഈ നാട്ടിലെ ജനങ്ങളാകമാനം ഒന്നടങ്കം രംഗത്തേക്ക് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം ഇത്തരത്തിലുള്ള നിരവധിയാർന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ നിരന്തരമായി സമരമുയർത്തുന്ന പ്രസ്ഥാനമാണ്. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ജീവൻ സമർപ്പിച്ച നിരവധി സഖാക്കൾ ഉൾപ്പെടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയ സംഘം കൊലപ്പെടുത്തിയ രക്തസാക്ഷികൾ ഉൾപ്പെടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ സഖാവ് വിദ്യാധരൻ ഉൾപ്പെടെ അത്തരം പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരാണ്. ഇപ്പൊ സ്വന്തം ജീവനേക്കാൾ അപ്പുറത്താണ് നാടിന്റെ സമാധാനം, ഇത്തരം അപകടകരമായ കാര്യങ്ങളെ ചെറുക്കേണ്ടത് എന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നതിന്റെ വലിയൊരു ചരിത്രമുള്ള പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്നുള്ളത് കാണും. ഇപ്പൊ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി 4-5ഓളം വരുന്ന ചെറുപ്പക്കാർക്ക് ഭീകരമായി ആക്രമണം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു. ഇത്തരം മയക്കുമരുന്ന് സംഘത്തെ നമ്മുടെ നാട്ടിൽ വളരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് കാണണം. കൊച്ചു കുട്ടികളെ പോലും മയക്കുമരുന്ന് സംഘം ഇന്ന് പിടിമുറുക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ പല ഘട്ടങ്ങളിലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പ്രദേശങ്ങൾക്ക് ആ സ്കൂളുകളിലെ നമ്മൾ കണ്ടാൽ വാരികൾക്ക് ഉമ്മ കൊടുക്കുന്ന കുഞ്ഞു കുട്ടികളുടെ ഇടയിലേക്ക് പോലും ഈ മയക്കുമരുന്ന് സംഘം ഇത്തരം അപകടകരമായ മയക്കുമരുന്നുകൾ എത്തിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാത്തക്ക വിധത്തിലുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു അപകടമുണ്ടായ പ്രദേശത്ത് നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി ഡിവൈഎഫ്ഐയുടെ എല്ലാം നേതൃത്വത്തിൽ നടത്തിയപ്പോൾ കണ്ട ഒരു കാര്യം, അവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളാണ് ശ്രദ്ധയപ്പെടുത്തിയത്. വ്യാപാരി സുഹൃത്തുക്കൾ പറഞ്ഞു ചില കുട്ടികൾ ബൾക്കായി ചില പശകൾ വാങ്ങിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ അസ്വാഭാവികമായി പശകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത്? നമ്മുടെ ജില്ലയിലുണ്ടായ അനുഭവമാണ്. അവിടുത്തെ ഡിവൈഎഫ്ഐ അധ്യാപകരെ എല്ലാം അറിയിച്ച സ്കൂളിന്റെ പരിസരങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഈ വാങ്ങിക്കൊണ്ടുപോകുന്ന പശയെല്ലാം കൊണ്ട് ശുദ്ധിക്കൂട്ടിലിട്ട് പൊട്ടിച്ച് അത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുകുട്ടികളെയാണ് കാണുന്നത്. അപ്പോ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ലഹരിയുടെ ഒരു സുഖം കിട്ടും. ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മതിയാകില്ല എന്ന് വരുമ്പോൾ കൃത്യമായ കുട്ടികളുടെ കൈകളിലേക്ക് മറ്റു ലഹരി വസ്തുക്കൾ എത്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ സംഘം ചുറ്റും കറങ്ങുകയാണ്. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും എല്ലാം പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുമ്പോ തുറക്കാൻ വേണ്ട കുട്ടികളല്ല. അത്തരം കുട്ടികളുടെ കൈകളിലേക്ക് പോലുമാണ് പല പല രൂപത്തിൽ ഈ ലഹരിയുടെ ഉപയോഗങ്ങളെ സംബന്ധിച്ച് കൊണ്ടുപോയി കൊടുത്ത് പയ്യെ അതിനെ രംഗത്തേക്ക് കൊണ്ടുവരുന്നു. കുഞ്ഞു കുട്ടികളെ പോലും അവരുടെ സ്കൂൾ ബാഗുകൾ ഇതേപോലെ മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള കാരിയേഴ്സായി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
ഏറ്റവും അപകടകരമാവുന്ന വിധത്തിൽ ഈ കുഞ്ഞു കുട്ടികളെ പോലും ഇതിലേക്ക് വലിച്ചഴിക്കുന്ന വിധത്തിലാണ് ഈ മയക്കുമരുന്ന് മാഫിയ സംഘം നമ്മുടെ പ്രദേശത്തുൾപ്പെടെ നമ്മുടെ ജില്ലയ്ക്കകത്തുൾപ്പെടെ പല കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കാണണം. ഞാനിങ്ങനെ സൂചിപ്പിക്കാൻ കാരണം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമുക്കാർക്കും ബാധകമല്ലല്ലോ എന്ന് കരുതി നമ്മളാരും മാറി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വീട്ടിലെ കുട്ടികളെ ഉൾപ്പെടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് മാറി തീരുന്നത് നമ്മൾ കാണുകയാണ്. ഇത് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും പ്രത്യേകതയുള്ള കുടുംബങ്ങളിൽ അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് എന്നുള്ളതൊന്നും നമ്മൾ കരുതേണ്ടതില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുട്ടികളെ ഉൾപ്പെടെ ഈ രംഗത്തേക്ക് ഈ സംഘം ഇത്തരം റാക്കറ്റുകൾ വളഞ്ഞ് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ നിരവധിയായി നമ്മുടെ ജില്ലയ്ക്കകത്തുണ്ടാകുന്നു, നമ്മുടെ നാടിനകത്തുണ്ടാകുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു പ്രവണതയും തെറ്റായ കാര്യങ്ങളും നമ്മുടെ നാടിനകത്ത് ഉണ്ടായാൽ അത് എന്റെ വീട്ടിലെ കുട്ടിയെ ബാധിക്കുന്നതല്ലല്ലോ, എന്നെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് കരുതി നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കാൻ പാടുള്ളതല്ല. നാളെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും അകപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു വലിയ റാക്കറ്റാണ് ഈ മയക്കുമരുന്ന് സംഘം എന്നുള്ളത് മനസ്സിലാക്കി അവരെ നാട്ടിൽ നിന്ന് തുരുത്താൻ, നമ്മുടെ നാട്ടിൽ അവരുടെ പ്രവർത്തനം നടത്താതിരിക്കാൻ ജനകീയമായ വലിയ ശക്തിയോടെയുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ മാർഗം എന്നുള്ളത് കാണണം. അതിന് നാട്ടിലെ ജനങ്ങളുടെ ആകമാനമുള്ള പിന്തുണ ഡിവൈഎഫ്ഐക്കും ഇവിടുത്തെ പ്രതിരോധ സമിതികൾക്കെല്ലാം നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, വളരെ കർശനമായ സമീപനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കാൻ ആവശ്യമായ സമീപനം ബന്ധപ്പെട്ട പോലീസുകാർ എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ മയക്കുമരുന്ന് സംഘം ഇവിടെ തന്നെ അക്രമം നടത്തിയ മയക്കുമരുന്ന് സംഘത്തെ, ഇവിടെ അതിന്റെ ഭാഗമായി ഇവിടുത്തെ ചെറുപ്പക്കാരെ ആക്രമിച്ച സംഘത്തെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ ഇപ്പോഴും പോലീസ് തയ്യാറായിട്ടില്ല എന്ന് തിരിച്ചൊക്കെ നിൽക്കുകയാണ്. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നവരും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെയും ഒരേ രൂപത്തിൽ കാണുന്ന സമീപനം പോലീസ് സ്വീകരിക്കപ്പെടാൻ പാടില്ല. അത് പോലീസിനോട് ഒരു ധാരണ ഉണ്ടാകണം. മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരെ പ്രതിരോധിക്കുന്നവരെയും ഒരേ നിയമത്തിന്റെ കണ്ടിലൂടെ കാണാൻ കഴിയില്ല. പ്രതിരോധിക്കേണ്ടത് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കേണ്ടി വരും, അതിനൊരു സംശയം വേണ്ട. എന്നാൽ മയക്കുമരുന്ന് നടത്തുന്ന, അതിന്റെ കച്ചവടം നടത്തുന്ന, വ്യാപനം നടത്തുന്നവർക്കെതിരെ കർശനമായ പോലീസ് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അവർ പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം. ആ കാര്യത്തിൽ കുറെ കൂടി കർശനമായ സമീപനം ഇവിടത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസ് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്ന് കാണുക. മറ്റൊരു കാര്യം, ഒരാളും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം സംഘങ്ങളെ പിന്തുണയ്ക്കരുത് എന്നുള്ളതാണ്. മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ടാകാൻ പാടില്ല. അവരെ കൊണ്ട് താൽക്കാലികമായ എന്തെങ്കിലും നേട്ടങ്ങളോ ഗുണങ്ങളോ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ താൽക്കാലിക നേട്ടങ്ങളുടെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും എന്ന ധാരണയുണ്ടാകണം. ഞാൻ ഇവിടുത്തെ കാര്യവുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇപ്പൊ ശക്തമായി തൂഫാൻ എന്ന് പേരിട്ടുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അത്തരം സമീപനങ്ങളോട് എല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ യുവജന സംഘടനകളും സമൂഹവും എല്ലാം അതിനോട് പിന്തുണയ്ക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതെല്ലാ കാലത്തും ഗവൺമെന്റ് അതുമായിക്കൊള്ളട്ടെ, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കുമ്പോ ആ സമീപനങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളെല്ലാവരും സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മറവിലും മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന സമീപനങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് കാണാതെ പോകാൻ പാടില്ല. അതിന്റെ ഒരു കേന്ദ്രം കൂടിയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം മാറിയിട്ടുണ്ട്. എറണാകുളത്ത് ഒരു യോഗം ചേർന്ന് കോൺഗ്രസിന്റെ സമ്മതിതനായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് നിലവിൽ MP ആയിട്ടുള്ളതാണ്, മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്. എറണാകുളം നഗരത്തിൽ വന്നു ചേർന്ന യോഗത്തിനകത്ത് പങ്കെടുത്തത്
ഒന്നാം തരം ക്രിമിനൽ സംഘങ്ങൾ തൂഫാനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിലാണ് ആ യോഗം വിളിച്ചു ചേർത്തത് കെ സുധാകരന്റെ നേതൃത്വം. തൂഫാനെ പിന്തുണയ്ക്കാൻ, മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ ഈ എറണാകുളത്തിനകത്തെ ഉൾപ്പെടെയുള്ള ഒന്നാം തരം ഗുണ്ടാ സംഘങ്ങളും മയക്കുമരുന്ന് കച്ചവടക്കാരും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത് എന്നതിന്റെ ദൃശ്യവും അതിന്റെ വാർത്തകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇത്തരമൊരു സമീപനം ആരും സ്വീകരിക്കാൻ പാടില്ല. ഇത് സമൂഹത്തിൽ വളരെ അപകടകരമായ ഒന്നാണ്. അതിനെ ജാഗ്രതയോടെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് പ്രതിരോധിക്കേണ്ടതാണ്. എന്നാൽ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുന്ന ചെറിയ ഇടപെടൽ പോലും നടത്തുന്നത് വളരെ അപകടകരമായി എന്ന് കാണണം. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധവും ജനകീയ പ്രതിഷേധവും ഉണ്ടാക്കണം. ഈ റോഡുകളുടെ സമീപ പ്രദേശങ്ങളിൽ വന്ന് കച്ചവടം നടത്താൻ വരുന്ന സംഘം നമ്മുടെ നാട്ടിൽ നാളെ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ അപകടകരമായ ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മുമ്പോട്ട് വരണം. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഒരു ഗ്രാമത്തിനകത്തുണ്ടെങ്കിൽ, ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ ഗ്രാമത്തിന്റെ സ്വസ്ഥത നശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് കാണും. പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ചില മദ്യം കഴിക്കുന്നവരെ പോലെയുള്ള ഒരു പ്രശ്നമല്ല ഇത്. അത്തരം ഒരു പ്രശ്നമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരുത്തൻ ഒരാൾ നമ്മുടെ നാടിനകത്തുണ്ടായാൽ അത് നമ്മുടെ നാടിന്റെ സ്വസ്ഥതയെ തകർത്തു എന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് പെൺകുട്ടികളെയും ഏത് ആളുകളെയും ആക്രമിക്കാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല. സ്വബോധബോധത്തോടെ ആയിരിക്കില്ല അവർ നടക്കുക. മുമ്പിൽ വന്നു വീഴുന്ന എന്തിനേയും ആക്രമിക്കാനുള്ള ത്വരയോടുകൂടി ചെയ്യുന്ന ഭ്രാന്ത് പിടിച്ച മനോനിലയുടെ അവസ്ഥയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, ഇത്തരം ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ ചെന്നെത്തപ്പെടുന്നത് എന്നുള്ളത് കാണണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയാൽ അത് വിൽപ്പന നടത്തുന്നത് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ആ വീട്ടിലെയോ ആ വ്യക്തിയോ മാത്രം ബാധിക്കുന്നതല്ല, നമ്മുടെ നാടിന്റെ സമാധാനത്തെ, നമ്മുടെ സ്വൈര്യമായ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തിയായ സമരവും ശക്തിയായ പ്രതിഷേധവും ശക്തിയായ ബോധവൽക്കരണവും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രധാനമാണ്. ഒരാൾ പോലും ഒരു മയക്കുമരുന്നിന് അടിമയാകാത്ത അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തപ്പെടാതിരിക്കാൻ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കരുതലിന്റെ ഉത്തരവാദിത്വമുണ്ട്. ആ തെറ്റായ വഴിയിലേക്ക് പോകാൻ ഒരാളെയും അനുവദിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കാണണം. ഇപ്പൊ ഇവിടെ നിരവധി, ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും പുതിയ കാലത്തിന്റെ സാഹചര്യം മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായ പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം വരുമ്പോ ഇവിടെ നല്ലൊരു കേന്ദ്രമാണ്, കച്ചവടത്തിന് പറ്റിയൊരു കേന്ദ്രമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ നമ്മുടെ സാഹചര്യം പറ്റുന്നു. ഈ സംഘങ്ങളെല്ലാം വന്ന് കേന്ദ്രീകരിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം സംഘങ്ങൾക്ക് കേന്ദ്രീകരിക്കാനും അത്തരം സംഘങ്ങൾക്ക് വളരാനും നമ്മുടെ നാടിനെ അനുവദിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് തീരുമാനിച്ചുകൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്നാണ് ഈ നാടിനോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിൽ ഏതറ്റം വരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പോകേണ്ടി വന്നാലും ആ അറ്റം വരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പോകാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും DYFI പോലെയുള്ള പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമായി ഈ സമൂഹത്തിനകത്ത് ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് നൽകാനുള്ളത്. ഭയപ്പെട്ട് പുറകോട്ട് പോവുകയല്ല ഇത്തരം സംഘങ്ങളുടെ ഭീഷണികളെയും അവരുടെ വിരട്ടലുകളെയും കണ്ട് ഭയപ്പെട്ടു പോവുകയല്ല.
ഒരു നാടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവന്മാരെ കൈകാര്യം ചെയ്യാനും ഏത് രൂപത്തിൽ ഇവരെ അടിച്ചു നിൽക്കണമെന്നുണ്ടോ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ജനകീയമായി ആളുകളെ അണിനിർത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുന്നിൽ നിൽക്കാൻ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഉണ്ടാകും. അതിന് ഈ നാടിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയുമാണ് വേണ്ടത്. ഈ നാടിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേരാം. ഒരു കാരണവശാലും ഇത്തരം സംഘത്തെ വളരാൻ അനുവദിക്കരുത്. അത് നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം. യോജിപ്പിക്കാൻ കഴിയുന്ന എല്ലാവരെയും യോജിപ്പിക്കാം. ഈ മഹാവിപത്തിനെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സമീപനവുമായി നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ ജനകീയ പ്രതിരോധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.